ജനതാ നെയ്യിന്റെ രുചിപ്പെരുമ ഇനി കടലിനക്കരയും. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. പാലും പാലുൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലും വിതരണത്തിലും അരനൂറ്റാണ്ട് കാലമായി ജനവിശ്വാസം നേടിയെടുത്ത മാതൃക ജനകീയ സ്ഥാപനമായ വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉൽപ്പന്നം ഇനി കടലും കടന്ന് വിദേശ രാജ്യങ്ങളിലും. ജനത ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ നെയ്യാണ് ആദ്യമായി ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വിപണിയിലൂടെ ഉപഭോക്താക്കളുടെ തീന്മേശകളിലേക്ക് എത്താൻ പോകുന്നത്. ഈ യാത്രയുടെ ഔപചാരികമായ ഫ്ലാഗ് ഓഫ് കർമ്മം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും TI മധുസൂദനൻ MLA അധ്യക്ഷതയും വഹിച്ച ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. വിദേശത്തേക്ക് കയറ്റുമതിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക ഭൗതിക സൗകര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. സ്വാഭാവികമായും അതിൻ്റെ ഗുണനിലവാരം ഇതുപോലെ തന്നെ സ്വീകാര്യമാകത്തക്ക നിലയിൽ അതിൻ്റെ പ്രയോജനക്ഷമത, അതിൻ്റെ ശുചിത്വം, സ്വീകാര്യത എല്ലാം പ്രത്യക്ഷരം പ്രതിപാദിക്കാൻ കഴിഞ്ഞാൽ ജനതാ നെയ്യ് വിദേശത്ത് എല്ലായിടങ്ങളിലും നെയ്യ് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് സ്വീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അതിനെ രൂപപ്പെടുത്താൻ കഴിയും. ഇന്നിവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മധുസൂദൻ ഉൾപ്പെടെ ഈ പറയുന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന കർമ്മമാണ് നിർവഹിക്കുന്നത്. അത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായി ക്രമീകരിച്ചതാണ്. തീർച്ചയായും ജനതാ നെയ്യ് വിദേശത്തേക്ക് എത്തിച്ചേരുമ്പോൾ ആ വിദേശ രാജ്യങ്ങളിൽ ജനതാ നെയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്, ആവശ്യക്കാർ ഉണ്ടാകണം. അതിന് ആവശ്യമായ ഗുണനിലവാരം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ രുചി എല്ലാ നിലയിലും അതിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനും സ്വീകരിപ്പിക്കാൻ കഴിയുന്ന അത്യന്താധുനികമായ പരിഷ്കാര നടപടികളും സംവിധാനങ്ങളും ക്രമീകരണങ്ങളും നിങ്ങളുടെ ഈ സംവിധാനത്തിന് സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഞാൻ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മുഖ്യാതിഥിയായ ചടങ്ങിൽ നിരവധി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളും വിദേശ ഏജൻസികളെ പ്രതിനിധീകരിച്ച് CM വൈശാഖും സംബന്ധിച്ചു. കാർമേൽ റെഡ് സ്റ്റാർ ക്ലബ്ബ് വക മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 26,000 രൂപ ക്ലബ്ബ് ഭാരവാഹികൾ മന്ത്രിക്ക് കൈമാറി. ചടങ്ങിന് ജനതാ സെക്രട്ടറി T ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്. ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.